തകർന്ന റോഡിലൂടെ സർവീസ് നടത്തി ബസ്സുകൾക്ക് വർക്ക്ഷോപ്പിൽ നിന്നും ഇറങ്ങുവാൻ സമയമില്ലാതെയായി. മുണ്ടക്കയത്തെ കരിനിലം കുഴിമാവ് റോഡിനെ ഉപേക്ഷിച്ച ബസ്സുകൾ 12-ൽ നിന്നും 1-ൽ എത്തി ബസ് സർവീസുകളുടെ എണ്ണം. KSRTC ബസ്സുകൾ ഉൾപ്പെടെ 13ഓളം ബസ് സർവീസ് ഉണ്ടായിരുന്നു മുണ്ടക്കയത്ത് നിന്നും കരിനിലം പശ്ചിമ കുഴിമാവ് റൂട്ടിൽ. ഇപ്പോൾ ബസ്സുകളുടെ എണ്ണം 1ആയി ചുരുങ്ങി. സർവീസുകൾ ഉപേക്ഷിക്കാൻ കാരണമെന്താണെന്ന് ബസ് ഉടമകളോട് ചോദിച്ചാൽ ഇതാകും മറുപടി കിട്ടുക. റോഡിലെ കുഴികൾ സഹിക്കാം, എന്നാൽ റോഡ് ഇല്ലാതായി. കുഴികൾ മാത്രമല്ലല്ലോ, വിമാനമാണെങ്കിൽ പറത്തിയെങ്കിലും ഓടിച്ചുകൊണ്ട് പോകാം. ബസ്സല്ലേ, ഓടിയല്ലേ എത്താൻ പറ്റൂ. ഓടിക്കിട്ടുന്നതിൻ്റെ 3 ഇരട്ടി വർക്ക്ഷോപ്പിൽ കൊടുക്കണം. പിന്നെ നാട്ടുകാരുടെ ദുരിതമോർത്താണ് മേഖലയിലേക്കുള്ള സർവീസ് നിർത്താത്തതെന്നും ബസ് ഉടമകൾ മറുപടിയായി പറയുന്നു. നിയമപ്രശ്നത്തിന്റെ പേരിൽ വർഷങ്ങളായി തകർന്നു കിടക്കുന്ന റോഡിലൂടെ ഓടുന്ന ബസ്സുകളുടെ ടയറുകൾ ഉൾപ്പെടെ നശിച്ച് ഇരട്ടി നഷ്ടമാണ് ഉടമകൾക്ക് ഉണ്ടാകുന്നത്. കൂടുതൽ കാലം ഈ ഗതിയിൽ മുന്നോട്ട് പോകുവാൻ പറ്റില്ലെന്നും അവശേഷിക്കുന്ന ബസ് സർവീസ് നടത്തുന്നവർ പറയുന്നു. ഇപ്പം നിലവിൽ ഒരു വാഹനമാണ് ഓടുന്നത്. അത് ഓടുന്ന കാരണം ഓടിയാൽ ഒട്ടും മുതലാകത്തില്ല. പ്ലേറ്റ് ഒടിച്ചിലെ ടയറാണ് ഏറ്റവും കൂടുതൽ പോകുന്നത്. ഇത് ഓടുന്ന കാരണം അവിടെയുള്ള ആൾക്കാർക്ക് പണിക്ക് പോകാൻ പറ്റുന്നില്ല. അതുകൊണ്ട് രാവിലെയും വൈകിട്ടും ഒരേ ട്രിപ്പ് എൻ്റെ വാഹനം ഓടുന്നുണ്ട്. ബാക്കിയുള്ള വാഹനങ്ങളൊന്നും ഓടുന്നില്ല, ഓടാൻ പറ്റത്തില്ല. ഞാൻ തന്നെ 2 ട്രിപ്പ് കട്ട് ചെയ്തിട്ടേക്കും ഓടാതെ. അപ്പോൾ ഈ ജോലിക്കാരുടെ ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് നാട്ടുകാർ ഒരു സഹകരണത്തിനോട് മുന്നോട്ട് പോകാൻ വേണ്ടി മാത്രമാണ് ഈ 2 ട്രിപ്പായിട്ട് ഒഴിവാക്കിയേക്കുന്നത്. ഇതിന് ബന്ധപ്പെട്ട അധികാരികൾ ഈ റോഡിൻ്റെ ശോചനീയാവസ്ഥ മാറ്റി ഇതിന് ഒരു പരിഹാരം കാണുന്നവരെ വണ്ടികളൊന്നും ഓടാതിരിക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഉള്ള ബസ് സർവീസ് കൂടി നിലച്ചാൽ അധ്യയന വർഷം കൂടി ആരംഭിക്കുന്നതോടെ സാധാരണക്കാർ അധിവസിക്കുന്ന മേഖലയിലെ 100 കണക്കിന് കുടുംബങ്ങൾക്ക് കടുത്ത ദുരിതമാകും സമ്മാനിക്കുക. ബസ്സുകളെ മാത്രം ആശ്രയിച്ച മറ്റ് മേഖലയിൽ തൊഴിലെടുക്കുന്നവർക്കും ഇരട്ടി പ്രഹരമാകും ഉണ്ടാകുക. 3 ബസ്സിൽ 1 ബസ് പൂർണ്ണമായും നിർത്തിപ്പോയിരിക്കുന്നു. ഇനി 1 ബസ് ഉടനെ തന്നെ നിർത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. പിന്നീട് അവശേഷിക്കുന്നത് ഒരേ ഒരു ബസ് മാത്രമാണ്. ഇതുവഴി 1000-ഓളം ആളുകൾ കടന്നു പോകുന്ന ഒരു റോഡാണ്. മാത്രമല്ല ഒരു ശബരിമല സമാന്തര പാത കൂടിയാണിത്. ധാരാളം തൊഴിലാളികൾ പണിക്ക് പോകുന്നതും സ്കൂൾ കുട്ടികൾ നടന്നു പോകുന്ന വഴികളാണ്. സ്കൂളിലേക്ക് സ്കൂൾ ബസ്സുകൾ ഉണ്ടായിരുന്നു, അതൊക്കെ നിർത്തിപ്പോയിട്ടുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ ഇപ്പോഴുള്ളത്. നമുക്കറിയാം, ഇതിപ്പം ഏപ്രിൽ മെയ് മാസമായി. ജൂണോടുകൂടി വീണ്ടും സ്കൂളുകൾ തുറക്കുന്ന ഒരവസ്ഥയിലേക്ക് എത്തും. ഈ സമയത്ത് സ്കൂൾ കുട്ടികൾക്ക് സ്കൂളിൽ പോകുന്നതിനും ധാരാളം ജോലിക്കാർ പോകുന്ന സമയങ്ങളിലുള്ള ബസ്സുകളൊക്കെയാണ് 7 മണിക്കും 6:30ക്കും 6:45നും ഒക്കെ സർവീസ് ഉണ്ടായിരുന്നതാണ്. ഈ സമയങ്ങളിലൊക്കെ ധാരാളം ആളുകൾക്ക് പ്രയോജനപ്പെട്ടിരുന്ന ഒരു റോഡ് മാർഗ്ഗമായിരുന്നു ഇത്. എന്നാൽ ഇന്നിപ്പോൾ 3 ബസ്സുകൾ മാത്രമായി ചുരുങ്ങിയിരിക്കുന്നു. ഇതിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ്. ഇതുമായി ബന്ധപ്പെട്ട് ധാരാളം സമരങ്ങൾ ഈ കരിനിലം പശ്ചിമ കൊട്ടാരക്കട കുഴിമാവ് റോഡുമായി ബന്ധപ്പെട്ട് നടത്തിയിരുന്നു. അതിൻ്റെ ചെയർമാനാണ് ഞാൻ. കൺവീനർ ശ്രീമതി ജാൻസി തൊട്ടിപ്പാട്ടാണ്. ഞങ്ങൾ ധാരാളം സമരമുറകൾ നടത്തിയെങ്കിലും ഞങ്ങളെ അധികാരികൾ കബളിപ്പിക്കുന്ന ഒരു രീതിയാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ബഹുമാനപ്പെട്ട MLA ഞങ്ങളോട് എപ്പോഴും പറയാറുള്ളൊരു കാര്യം, ഏപ്രിൽ മാസത്തിന് മുൻപ് ഇതിൻ്റെ വർക്കുകളെല്ലാം പൂർത്തിയാക്കുമെന്ന് ഞങ്ങളെ ധരിപ്പിച്ചിരുന്നു. പക്ഷേ ജനങ്ങളെ കബളിപ്പിക്കുന്ന രീതിയിലേക്ക് പോയിരിക്കുന്നു എന്നാണ് എനിക്കിതുമായി ബന്ധപ്പെട്ട് സൂചിപ്പിക്കാനുള്ളത്. റോഡ് സഞ്ചാരയോഗ്യമാക്കണമെന്ന് ആവശ്യപ്പെട്ട് സംസ്ഥാന തലം വരെ ശ്രദ്ധിക്കപ്പെട്ട നിരവധി പ്രതിഷേധ പരിപാടികൾ പ്രദേശവാസികളുടെ നേതൃത്വത്തിൽ നടത്തിയിരുന്നു. റോഡ് സഞ്ചാരയോഗ്യമാകുന്നതുവരെ പ്രതിഷേധ പരിപാടിയിൽ നിന്നും പിന്തിരിയേണ്ടെന്നാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് ബ്യൂറോ, മുണ്ടക്കയം.